വൺസ് അഗെയിൻ വെൽക്കം ടു മൈ സ്റ്റോറീസ്. മൈ സ്റ്റോറിയുടെ ഇന്നത്തെ ഈ വ്ളോഗ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ ജീവിതത്തിലേക്കുള്ള ഒരു നേർക്കാഴ്ചയാണ്. അവിടെ നമ്മുടെ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇന്നത്തെ വ്ളോഗ് തീർത്തും വ്യത്യസ്തത പുലർത്തുന്ന ഒന്നാണ്. കാരണം നമ്മുടെ നാട്ടിൽ കാണാൻ കഴിയാത്തതും എന്നാൽ അയർലൻഡിൽ ഞാൻ കണ്ടതുമായ ചെറിയ കൊച്ചു കൊച്ചു കൗതുകങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. പാഠപുസ്തകങ്ങൾ കുത്തി നിറച്ച തോൾസഞ്ചി അത് ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് വീട്ടിൽ നിന്നും കട്ടെടുത്തതും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പറ്റിച്ചും കരസ്ഥമാക്കുന്ന ചില്ലറ തുട്ടുകൾ ഐസ് ഫ്രൂട്ടുകാരൻ്റെ ഐസ് പെട്ടിക്ക് മേലെ കൊണ്ടുവച്ച് ഐസ് ഫ്രൂട്ടിനായി കാത്തിരുന്ന എൻ്റെ ബാല്യകാലം, നാട്ടിലെ ഇരുചക്രത്തിലും 3 ചക്രത്തിലുമായി ചലിക്കുന്ന ഐസ് ഫ്രൂട്ടും അതുപോലെ തന്നെ ഐസ്ക്രീമും മറ്റും ഇവിടെ മേഴ്സീസ് ബെൻസിൻ്റെ വാനിലാണ് വീട്ടുപടിക്കലെത്തുന്നത്. അതും സുന്ദരമായ പാട്ടുകൾ വെച്ച് കുട്ടികളെ ആകർഷിച്ചുകൊണ്ട് തന്നെ. നേരം വെളുക്കുമ്പോൾ തന്നെ പാപ്പു പാപ്പു എന്ന എയർ ഹോണിൻ്റെ ശബ്ദവും അതിനോടനുബന്ധിച്ച് ചെമ്മീൻ, ചാള, പരവ, വറ്റ, കിളിമീൻ, കൂന്തൽ എന്ന് പറഞ്ഞതിന് ശേഷം ഒരു കൂക്കുവിളിയോടെ കടന്നു വരുന്ന MIT-കാരൻ മീൻ കച്ചവടക്കാരൻ്റെ ആ ശൈലിക്ക് പകരമായി ഇവിടെ കാണാൻ കഴിയുന്നത് വാനിൽ ശീതീകരിച്ച സജ്ജീകരണത്തോടുകൂടി നമ്മളുടെ വീട്ടുമുറ്റത്തെത്തുന്ന മീൻ കച്ചവടക്കാരൻ. ഈ മീൻ കച്ചവടത്തിനുമുണ്ട് ഒരു യൂറോപ്യൻ ടച്ച്. ഇനിയുള്ള കാഴ്ചയാണ് അതിലും മനോഹരം. നമ്മുടെ വീട്ടുമുറ്റത്തെത്തുന്ന സഞ്ചരിക്കുന്ന ബാർബർ ഷോപ്പ്, അതും ഒരു വാനിൽ തന്നെയാണ്. എല്ലാ സജ്ജീകരണത്തോടു കൂടിയുള്ള ഒരു ബാർബർ ഷോപ്പ്. ഒരു ബാർബർ ഷോപ്പിൽ കിട്ടേണ്ട എല്ലാ സർവീസും അതിൽ ലഭിക്കുന്നുണ്ട്. നമ്മളുടെ വീട്ടുമുറ്റത്തും അതുപോലെ ജംഗ്ഷനിലും നമ്മൾക്കായി കാത്തുകിടക്കുന്ന ഈ സ്ഥാപനത്തിന് നമ്മൾ കടയിൽ കൊടുക്കേണ്ട അത്രയ്ക്കും പണം കൊടുക്കേണ്ട എന്നുകൂടിയുള്ള മേന്മയുണ്ട്.
അതാ മറ്റൊരു കാഴ്ച. സ്ട്രീറ്റ് ലൈറ്റ് മാറ്റുന്ന ഒരു സംവിധാനമാണ് നമ്മൾക്കവിടെ കാണാൻ കഴിയുന്നത്. അവിടെയും ടെക്നോളജിയുടെ ഒരു കയ്യൊപ്പ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിൽ ആ പ്രദേശത്തുള്ള എല്ലാ വൈദ്യുത സംവിധാനങ്ങളും വിച്ഛേദിച്ചുകൊണ്ട് തന്നെ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്ന വിധത്തിൽ അവിടെ പണി ചെയ്യപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നിശബ്ദമാണ്, കാര്യക്ഷമമാണ്. ഒരു മനുഷ്യജീവിതം ആകെ മാറ്റിമറിക്കുന്ന ഒന്നാണ് ഒരു വീട് പണിയുക എന്നുള്ളത്. അതാകട്ടെ മനുഷ്യ ആയുസ് മുഴുവനും ലോണടച്ച് തീരുകയും അതിൻ്റെ നൂലാമാലകളിൽപ്പെട്ട് ജീവിതം ഹോമിക്കപ്പെടുന്നതുമായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 3 തലമുറയ്ക്ക് ജീവിക്കത്തക്ക രീതിയിലുള്ള ദൃഢതയൊന്നും ഇവിടെയുള്ള ഗൃഹങ്ങൾക്കില്ല. ഏറിയ പങ്കും മരം കൊണ്ടാണ് ഇവിടെ നിർമ്മാണ രീതികൾ കണ്ടുവരുന്നത്. പിന്നെ മോടി പിടിപ്പിക്കലിൻ്റെ ഭാഗമായി അവിടെയും ഇവിടെയുമായുള്ള ചെറിയ കോൺക്രീറ്റുകളും. ഒരുപക്ഷെ ഇത്തരം കാഴ്ചകൾ നമ്മളെ ഒന്ന് അമ്പരപ്പിച്ചേക്കാം. ഈ വിഷയം ഇത്രയും മാത്രം പ്രതിപാദിച്ച് അവസാനിപ്പിക്കുന്നതിൻ്റെ കാരണം ഇതേക്കുറിച്ച് ദീർഘമായ ഒരു വ്ലോഗ് തയ്യാർ ചെയ്യപ്പെടുന്നതിനാലാണ്. പലപ്പോഴും നമ്മൾ ഉപയോഗശൂന്യമായ വസ്തുക്കൾ വലിച്ചെറിഞ്ഞ് കളയാറാണ് പതിവ്. അത്തരം വസ്തുക്കൾ മൂല്യവർധന ഉൽപ്പന്നങ്ങളായി മാറുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു സംവിധാനത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. നമ്മളുടെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ മറ്റൊരാൾക്ക് നിധിയായി മാറി അതിനെ പണം തന്നു കൊണ്ടുപോകുന്ന ഒരു സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ്. ഒരുപക്ഷെ ഒരു വ്യവസായ സ്ഥാപനം പൂട്ടിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയ സ്റ്റോക്ക്, അത് വിറ്റഴിക്കാൻ ഒരിടം, അതുമല്ലെങ്കിൽ മേൽത്തരം ഉൽപ്പന്നങ്ങൾ
ഷോറൂമിൻ്റെ സഹായമില്ലാതെ തന്നെ കുറഞ്ഞ വിലയിൽ വിറ്റഴിക്കാനൊരിടം എന്നിങ്ങനെ നൂറ് കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു ഗ്രാമത്തിലേക്കുള്ള ഒരു കച്ചവട കേന്ദ്രം, അതും താൽക്കാലികമായത്, സജീവമാകുന്നു. ചെറിയ മുതൽ മുടക്കിൽ കൂടുതൽ ബിസിനസ്സുകൾ കണ്ടെത്താൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരു പക്ഷേ നമ്മുടെ പഴയ നാട്ടുചന്തയെയും അല്ലെങ്കിൽ നമ്മുടെ ബാംഗ്ലൂരിലുള്ള ചോരി ബസാറിനെയും അതുപോലെ തന്നെ വിവിധ രാജ്യങ്ങളിലുള്ള ചോരി ബസാറുകളെയും അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു കച്ചവട കേന്ദ്രം. ഇവിടെ നല്ലതും ചീത്തയുമായ പലതരം ഉൽപ്പന്നങ്ങൾ വിൽക്കപ്പെടുന്നു. 3 യൂറോ മുടക്കിയാൽ അതിലേക്കുള്ള പ്രവേശനം സാധ്യമാണ്. അവിടെ നിന്ന് ഒരു തലക്ക് പിടിച്ച് നടന്നാൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മൾക്കായി ഒരുക്കി വച്ചിരിക്കുന്നത് നിത്യജീവിതത്തിൽ നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ള പല സാധനങ്ങളുമാണ്. അത് കാർഷിക ഉൽപ്പന്നങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ സസ്യങ്ങളായിക്കോട്ടെ, അതുമല്ല കളിപ്പാട്ടങ്ങളായിക്കോട്ടെ, അതുമല്ലേ കിച്ചൺ ഐറ്റംസ് ആയിക്കോട്ടെ, പവർ ടൂൾസ് ആയിക്കോട്ടെ, ടൂൾസ് ആയിക്കോട്ടെ, അങ്ങനെ നീണ്ടുപോകുന്നു ഇതിൻ്റെ നിര. ഇത്തരം ചെറിയ മാർക്കറ്റിലേക്ക് ജനപ്രവാഹമാണ്. കാരണം നല്ല ബ്രാൻഡഡ് ഐറ്റംസ് അല്ലെങ്കിൽ തുച്ഛമായ വിലയ്ക്ക് മൂല്യവത്തുള്ള ഇത്തരം വസ്തുക്കൾ ലഭിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ. ഇതിനെ ഇവിടെ വിളിക്കുന്ന ഓമന പേര് കാർ ബൂട്ട് സെയിൽ എന്നാണ്. ഞാൻ ഇതൊന്ന് കാണാനും പരിചയപ്പെടാനും വേണ്ടിയാണ് ഇന്ന് അവിടെ സന്ദർശിച്ചത്. എന്നാൽ നിത്യോപയോഗ സാധനങ്ങളുടെ വമ്പിച്ച വിലക്കിഴിവ് കണ്ടപ്പോൾ ഞാനും കുറച്ച് സാധനങ്ങൾ വാങ്ങിപ്പോയി. ഇവിടെ നിന്ന് വാങ്ങുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കൾ അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കും മുമ്പ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം എവിടെയും വ്യാജന്മാർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആയതുകൊണ്ട് തന്നെ നിത്യ ഉപയോഗത്തിൻ്റെ ഭാഗമായി വരുന്ന യൂസ് ആൻഡ് ത്രോ ഐറ്റംസ് മാത്രമാണ് ഞാൻ വാങ്ങിയത്. എല്ലാം തന്നെ ബ്രാൻഡഡ് ഐറ്റംസ് തന്നെ. പക്ഷേ വെളുക്കാൻ തേച്ചത് പാണ്ടാകരുതല്ലോ. ഒരു പക്ഷേ ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഞാനിങ്ങനെ ഒരു വ്ലോഗ് ചെയ്തതിൻ്റെ ഉദ്ദേശം ചില ചെറിയ കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് നമ്മളുടെ വ്യവസായങ്ങൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് സഞ്ചരിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഈ ചെറിയ വ്ലോഗിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിലപ്പെട്ടത് തന്നെയാണ്. ആയതുകൊണ്ട് കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. കാരണം നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് വിലപ്പെട്ടതാണ്.